ആഗോള അയ്യപ്പ സംഗമത്തിൽ തന്ത്രപരമായ നിലപാട് പ്രഖ്യാപിച്ച UDF ബഹിഷ്കരിക്കില്ല, എന്നാൽ പങ്കെടുക്കുകയുമില്ല. സംഗമത്തിന് പിന്നിൽ സർക്കാരിന്റെ രാഷ്ട്രീയ ലക്ഷ്യമാണെന്നും ആചാര ലംഘനം നടത്തിയത് ശരിയെന്ന് പറഞ്ഞവർ ജനങ്ങൾക്ക് മറുപടി നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന് അനുകൂലമായ സത്യവാങ്മൂലമാണ് നിലവിൽ സുപ്രീം കോടതിയിൽ ഉള്ളത് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇന്ന് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത്. കഴിഞ്ഞ 9.5 വർഷക്കാലമായി ശബരിമലയിലെ വികസനത്തിന് ചെറുവിരൽ പോലും അനക്കാത്ത ഒരു സർക്കാരാണ്. അവരിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അയ്യപ്പ സംഘവുമായി വരുമ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട ആളുകളും ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ പിണറായി സർക്കാരിന് ഹിന്ദു വോട്ട് ലക്ഷ്യമെന്ന രാഷ്ട്രീയ ചർച്ച കൊഴുക്കുകയാണ്. ശബരിമലയിൽ യുവതീ പ്രവേശത്തിന് വഴിയൊരുക്കിയ സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കാനുള്ള ആലോചനയിലായിരുന്നു UDF. പക്ഷേ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട സംഗമം ബഹിഷ്കരിച്ചാൽ UDF ഹിന്ദുക്കളുടെ വിഷയത്തിൽ എതിരാണെന്ന പ്രചാരണത്തിന് അവസരമൊരുങ്ങും. അത് മുൻകൂട്ടി കണ്ട് തന്ത്രപരമായ നിലപാടെടുത്തു. ബഹിഷ്കരണമൊന്നും പങ്കെടുക്കുകയില്ല എന്നുള്ളത് അപ്രസക്തമായ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ നടക്കുന്ന രാഷ്ട്രീയ സമ്മേളനമാണോ? LDF സർക്കാർ കൊടുത്ത ആചാര ലംഘനം നടത്താൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാരും മറുപടി പറയട്ടെ. അയ്യപ്പ സംഗമത്തിന്റെ രാഷ്ട്രീയത്തിനൊപ്പം യുവതീ പ്രവേശത്തിലെ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നിലപാട് എന്താണെന്ന ചർച്ചയും അവസാനിക്കുന്നില്ല. പക്ഷേ മാതൃഭൂമി ന്യൂസിനോട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വെളിപ്പെടുത്തി. ഞാൻ മനസ്സിലാക്കുന്നത് ബോർഡ് കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം ഏറ്റവും ഒടുവിൽ കൊടുത്തിരിക്കുന്നത് ആചാരാനുഷ്ഠാനം സംരക്ഷിക്കപ്പെടുന്നത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ. പിന്നീട് വന്ന മാറ്റങ്ങളാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതായത് പ്രയാർ ഗോപാലകൃഷ്ണ കാലത്ത് ഹർജി ആ അഫിഡവിറ്റ് ഇപ്പോൾ അവിടെ ഉള്ളൂ എന്നുള്ള എന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത്. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ പുനഃപരിശോധനാ ഹർജിയുടെ വാദത്തിൽ ദേവസ്വം ബോർഡ് യുവതീ പ്രവേശ വിധിയെ പിന്തുണച്ചിരുന്നു. ശബരിമലയിൽ 2018 സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്നും ദേവസ്വം ബോർഡ് ഉറപ്പു പറയുകയാണ്. കഴിഞ്ഞ ഒരു 5-6 വർഷക്കാലമായി ശബരിമലയിലെ ആചാരങ്ങൾ കൃത്യമായി നടക്കുന്നു. ഞങ്ങളങ്ങനെ വിശ്വാസികളുടെ താല്പര്യവും വിശ്വാസികളുടെ ആഗ്രഹവും സഫലീകരിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൽ മറ്റൊരു അഭിപ്രായം ഇല്ലല്ലോ ആർക്കും. ദേവസ്വം ബോർഡ് ശബരിമല ആചാരം സംരക്ഷിക്കുമെന്ന് പറയുമ്പോഴും സംസ്ഥാന സർക്കാർ അതേ തീവ്രതയിൽ നിലപാട് വിശദീകരിച്ചിട്ടില്ല. സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ അധ്യായമാണെന്നാണ്, അടഞ്ഞ അധ്യായമാണെന്നല്ല. രണ്ടാണ്. CPIM വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, വിശ്വാസികൾക്കൊപ്പമാണ്, ഇന്നലെയുമാണ്, ഇന്നുമാണ്, നാളെയുമാണ്. ശബരിമല യുവതീ പ്രവേശ വിഷയം അടഞ്ഞ അധ്യായമെന്നല്ല CPM പറയുന്നത്. തുല്യതാ പ്രശ്നം ഉന്നയിച്ചാണ് ശബരിമല വിധിയെ CPM പിന്തുണച്ചത്. അതിനാൽ ശബരിമല ആചാര വിഷയത്തിൽ മലക്കം മറിയുന്നത് CPM-ന് ആശയപരമായ പ്രതിസന്ധി കൂടിയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.